ഹലോ ആൻഡ് വെൽക്കം. നമ്മൾ ഇന്നൊരു വൺ ആക്ട് പ്ലേ ആണ് ആസ്വദിക്കാൻ പോകുന്നത്. ഡോക്ടർ രാംകുമാർ വർമ്മയുടെ ഒരു വൺ ആക്ട് പ്ലേ ചമ്പക്. വളരെ സിമ്പിളായിട്ടുള്ളൊരു വൺ ആക്ട് പ്ലേ ആണ്. വൺ ആക്ട് പ്ലേ എന്തുവാണ്? ഡ്രാമയുടെ തന്നെ ഒരു ചെറിയ ഫോമാണ്. ഓക്കെ, അപ്പോൾ വൺ ആക്ട് പ്ലേ ആകുമ്പോൾ നാച്ചുറലി അതിൽ കുറച്ച് ക്യാരക്ടേഴ്സ് കാണും, ഒരു രംഗ്മഞ്ച് കാണും. രംഗ്മഞ്ച് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താണ് സ്റ്റേജ്, എവിടെയാണ് നിങ്ങൾ ഈ നാടകം നടക്കുന്നതായിട്ട് സങ്കല്പിക്കുന്നത്, അതാണ് രംഗ്മഞ്ച്. പിന്നെ ഡയലോഗ്സ് കാണും ഓഫ് കോഴ്സ്. അപ്പോൾ ഇതാണ് ഒരു വൺ ആക്ട് പ്ലേയിലുള്ളത്. അപ്പം നമുക്കിതിൻ്റെ ക്യാരക്ടേഴ്സിനെ ഒന്ന് പരിചയപ്പെടാം. കിഷോർ എന്ന് പറഞ്ഞൊരു കവിയാണ് ഇതിൻ്റെ മെയിൻ ക്യാരക്ടർ. അദ്ദേഹം ഒരു 30 വയസ്സ് ഉള്ള ഒരു കവിയാണ്, ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹം വളരെ കൈൻഡ് ഹാർട്ടഡ് ആണ്, എല്ലാവരെയും സഹായിക്കുന്ന, എല്ലാവർക്കും നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം നമ്മൾ സ്റ്റേജായിട്ട് സങ്കല്പിക്കേണ്ടത് എന്താണ്? എക് സാഫ് സുഥറ കമറ, വളരെ നീറ്റായിട്ട് ഒരുക്കിയിരിക്കുന്ന ഒരു റൂമാണ്. अनेक स्थानों पर सुंदर चित्र लगे हैं. एक अलमारी में कुछ पुस्तकें सजी हुई है. कमरे के बीच में एक बड़ा सा कालीन बिछा हुआ है. ഒരു നല്ല നീറ്റായിട്ടുള്ള ഒരു റൂം, നടുക്കൊരു വലിയ കാലീൻ, ഒരു വലിയ കാർപ്പറ്റൊക്കെ ഉണ്ട്, ബുക്സൊക്കെ ഒരുക്കിയിരിക്കുന്നു. और एक छोटी टेबल है जिस पर ताज़े फूलों का गुलदस्ता रखा हुआ है. जो वस्तुएं वहाँ हैं उनसे यह प्रकट होता है कि इस कमरे में रहने वाला कवि हृदय अवश्य है. ആ റൂമിൻ്റെ ഒരു സജ്ജീകരണം കണ്ടാൽ തന്നെ നമുക്ക് തോന്നും ഒരു കവി ഹൃദയമുള്ളൊരു വ്യക്തിയാണ് ഇവിടെ താമസിക്കുന്നതെന്ന്. सभी वस्तुओं की रूपरेखा में सजावट है. खिड़की से पूर्वीय आकाश दिखाई पड़ता है जिसमें सुनहले बादल छाए हुए हैं. कमरे को जैसे वसंत आकर चूम गया है. സ്പ്രിംഗ് സീസൺ ഇവിടെ വന്ന് ഈ മുറിനെ വന്ന് ചുംബിച്ച പോലെ തോന്നുന്നു. എന്ന് വെച്ചാൽ അത്രയ്ക്ക് മനോഹരമായ ഒരു മുറിയാണ്. कमरे में दाहिनी ओर कुर्सी पर एक युवक बैठा है. उसका नाम है किशोर. आयु 30 वर्ष के लगभग. वस्त्रों में स्वच्छता और सुरुचि है. നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള ഒരു 30 വയസ്സ് തോന്നിക്കുന്ന ഒരു യുവാവാണ്. ആ റൂം നേരത്തെ പറഞ്ഞു വളരെ മനോഹരമായിട്ട് സജ്ജീകരിച്ചിരിക്കുന്ന ഒരു റൂമാണ്. അതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു കസേരയിൽ ഒരു യുവാവ് ഇരിപ്പുണ്ട്. उसके समीप टेबल पर एक छोटा सा कुत्ता बैठा हुआ है. उसके बड़े बड़े बाल हैं, माथे पर सफ़ेद चिन्ह. किशोर बड़े प्रेम से कुत्ते पर हाथ फेर कर कहता है जैसे സ്വപ്നമഗ്ന ഹോ. അടുത്ത് തന്നെ ഒരു ചെറിയ സ്റ്റൂളിൽ ഒരു നല്ല കാണാൻ ഭംഗിയുള്ള നിറയെ രോമങ്ങളുള്ള ഒരു നായക്കുട്ടി ഇരിപ്പുണ്ട്. അപ്പോൾ അതിനെ ഇങ്ങനെ തലോടിയിട്ട് കിഷോർ പറയാണ്, चंपक एक बार तुम्हें देख लेता हूँ तो जान पड़ता है प्रभात का नन्हा सा बादल आँखों में झूम गया है. यह देखो तुम्हारे कान जैसे रेशम के 2 टुकड़े ईश्वर ने तुम्हारे सिर के समीप गूंथ दिए हैं. ചമ്പക് ഈ നായയുടെ പേരാണ്. ചമ്പക്കിനെ വളരെയധികം സ്നേഹിക്കുന്ന കിഷോർ അതിനെ തലോടിയിട്ട് അതിൻ്റെ ആ ഒരു മനോഹാരിത, ആ നായയുടെ ആ സൗന്ദര്യം വർണ്ണിക്കുകയാണ്. തുമാരെ കാൻ ജൈസെ രേഷം കെ 2 ടുക്കടെ. നിൻ്റെ ചെവി നല്ല രേഷം എന്ന് വെച്ചാൽ നല്ല സിൽക്ക് നൂലിൻ്റെ ഒരു കട്ട പോലെ ഇരിക്കുന്ന നിൻ്റെ ചെവി. तुम्हारी कोमल पूंछ इंद्रधनुष के समान झुकी हुई है और तुम्हारी आँखें. क्यों मेरी बोली समझते हो चंपक? ഞാൻ പറയുന്നവല്ലോ നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? നിൻ്റെ വാലാണെങ്കിൽ ഇന്ദ്രധനുഷിനെ പോലെ, റെയിൻബോനെ പോലെ. लोग कहते हैं कि मैं कवि हूँ पर मेरी कविता तुम्हारे सुनहले बालों के कारण ही सुनहली है. वो चंपक को गोद में रख लेता है. उस दिन तुम्हें देखकर एक कविता लिखी थी. ഇത്രയും പറഞ്ഞ് അടുത്തിരുന്ന ആ നായക്കുട്ടി ചമ്പക്കിനെ എടുത്ത് ഈ യുവാവ് മടിയിൽ വെക്കും. എന്നിട്ട് അന്ന് ഞാൻ നിന്നെ പ്രതി ചൊല്ലിയ ഒരു കവിത അത് ചൊല്ലുകയാണ്. രേഷം സി ഇസ് കേശ് രാശി മേ ഉൽझा रहे मधुर जीवन. मेरे मन में यह तन हो इस तन में ही हो मेरा मन. ഭാവമഗ്ന ഹോക്കർ ഗാത്താ ഹെ ഇസ് തൻ മേ ഹി ഹോ മേരാ മൻ. നായക്കുട്ടിക്ക് വേണ്ടി രചിച്ച കവിതയാണ് അത്. അദ്ദേഹം വളരെ ആസ്വദിച്ച് ചൊല്ലുകയാണ്. ബാഹർ കിസി കെ ആനെ കാ ശബ്ദ് ഹോത്താ ഹെ. പെട്ടെന്ന് ആരോ മുറിയിലേക്ക് വരുന്ന പോലെ, വെളിയിൽ നിന്ന് ആരോ അകത്തോട്ട് വരികയാണ്. കോൺ മഹാശയ് ജി മേ ആ സക്തി ഹൂ. അപ്പോൾ അപ്പുറത്തുനിന്ന് സ്വരം കേൾക്കാം, മേ ആ സക്തി ഹൂ. കിസി രമണി കാ കോമൽ കണ്ഠസ്വർ. അപ്പോൾ കിഷോർ വിചാരിക്കുന്നത് ഏതോ സ്ത്രീയുടെ സ്വരമാണല്ലോ. ആയിയെ 2 യുവതിയോ കാ പ്രവേശ്. അപ്പോൾ ഇതിൽ വരുന്ന വേറെ 2 ക്യാരക്ടേഴ്സ് 2 യുവതികളാണ്. दोनों लगभग एक ही वय की हैं. 25 വർഷം. രണ്ടുപേരെയും കണ്ട ഒരു 10-25 വയസ്സ് തോന്നിക്കുന്ന 2 സ്ത്രീകളാണ് വരുന്നത്.
രണ്ട് യുവതികളാണ് പ്രവേശിക്കുന്നത്. एक अधिक कीमती वस्त्र पहने हुए है, രേഷ്മി സാഡി സെ കോമൽ ശരീർ സജാ ഹുവാ ഹെ. ആ രണ്ട് സ്ത്രീകൾ ഒരേ പ്രായമാണെങ്കിലും ഒന്നല്പം വില കൂടിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ചിരിക്കുന്നു, മറ്റേത് സാദാ വസ്ത്രം ധരിച്ചിരിക്കുന്നു. അപ്പം ആ വന്ന ലേഡിയുടെ പേര് ശകുന്തള. ഉസ്കെ हाथ में एक समाचार पत्र है. दूसरी युवती उसकी सेविका मालूम पड़ती है. वह साधारण वस्त्र पहने हुए है, सदैव अपनी स्वामिनी का रुख देखकर बातें करती है. उसके आते ही किशोर खुश हो जाता है. സേവിക का नाम है മാലതി. അപ്പോൾ ഈ നമ്മളിനി കാണേണ്ടത് കിഷോറിൻ്റെ വീട്ടിൽ ഈ രണ്ട് സ്ത്രീകൾ, കിഷോറിൻ്റെ വീട്ടിൽ ഈ 10-25 വയസ്സ് തോന്നിക്കുന്ന ഈ രണ്ട് യുവതികൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഒരാളുടെ പേര് ശകുന്തള, മറ്റേത് മാലതി. മാലതി ശകുന്തളയുടെ സേവികയാണ്. ആഭി കാ നാം കിഷോർ ഹെ. ശകുന്തള ചോദിക്കുകയാണ്, താങ്കളാണോ കിഷോർ? ജി ഹാ. വഹി ജിൻകി കവിതായേ റസാൽ വൻ മേ നിക്ലാ കർത്തി ഹെ. റസാൽ വൻ എന്ന ജേർണലിൽ ഇറങ്ങുന്ന മാഗസിനിൽ കവിതകളൊക്കെ വരുന്ന കവിയാണോ? ആ കിഷോറാണോ? हाँ वही. जिनकी चंपक शीर्षक कविता ने हिंदी संसार में हलचल मचा दी है. ആ കിഷോറിൻ്റെ ചമ്പക് എന്ന് പറഞ്ഞ കവിത ഹിന്ദി സാഹിത്യ ലോകത്ത് വളരെ കോളിളക്കം സൃഷ്ടിച്ച ഒരു കവിതയാണ്. ആ കവി താങ്കളാണോ? ഇസ് പ്രശംസാ के लिए धन्यवाद. मैं वही किशोर हूँ. आपने इस समाचार पत्र में सूचना प्रकाशित की है कि आप एक सुंदर कुत्ता बेचना चाहते हैं. താങ്കൾ ഈ ഒരു ന്യൂസ് പേപ്പറിൽ പരസ്യം കൊടുത്തല്ലോ, ഒരു നല്ല ഒരു നായയെ താങ്കൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന്. അപ്പോൾ കൂടെ വന്ന മാലതി ചോദിക്കും, ക്യാ വഹ യഹി ഹെ? കുത്തേക്ക് ഓർ സങ്കേത് കർക്കെ പൂച്ച്തി ഹെ. ആ നായ അവിടെ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ അതിനെ ചൂണ്ടിയിട്ട് അവർ ചോദിക്കും, ഈ നായയാണോ വിൽക്കാനുള്ളത്? ഹാ വഹ യഹി ഹെ. ക്യോ? ക്യാ മൈ ജാൻ സക്തി ഹൂँ कि आप इसे क्यों बेचना चाहते हैं? എനിക്കറിയണമെന്നുണ്ട് താങ്കൾ എന്തിനാണ് ഈ നായെ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത്. इसकी एक लंबी कहानी है, उसे पूछने की आवश्यकता नहीं. यदि आप इसे खरीदना चाहती हैं तो यह आपकी सेवा में उपस्थित है. लीजिए. ഇപ്പോൾ കിഷോർ പറയും, ഞാൻ എന്തുകൊണ്ട് ഈ നായെ വിൽക്കാൻ ഉദ്ദേശിക്കുന്നു അതൊരു നീണ്ട കഥയാണ്, അത് നിങ്ങൾ അറിയേണ്ട കാര്യം ഇല്ല. നിങ്ങൾ ഈ നായ വാങ്ങിക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ഇതെടുത്തോളൂ. आपकी कहानी ही मेरे लेने न लेने का कारण हो सकती है. ഇപ്പോൾ ശകുന്തള പറയും, താങ്കളുടെ ഇത് വിൽക്കാനുള്ള പ്രചോദനം എന്താണെന്ന് അറിഞ്ഞിട്ട്, ആ ഒരു കഥ അറിഞ്ഞിട്ട് വേണം ഞാനിത് വാങ്ങിക്കണോ ഇല്ലയോ എന്ന് തീരുമാനിക്കാൻ. നിസ്സന്ദേ. അപ്പം മാലതി പറയാം, അതെ അതെ, അതറിഞ്ഞിട്ടേ പറ്റുള്ളൂ. यदि ऐसी बात है तो सुनिए. पिछले महीने की बात है. हल्का जाड़ा पड़ रहा था. शुक्ल पक्ष की रात थी. चंद्र की शीतल किरणें പൃഥ്വി കാ സാരാ വിഷാദ് ധോ രഹി ഥി. ആഹാ, കഥ അറിഞ്ഞേ അടങ്ങുമെങ്കിൽ കേട്ടോളൂ. കഴിഞ്ഞ മാസം ഹൽക്ക ജാഡ പഡ് റഹാ ഥ. അല്പസ്വല്പം തണുപ്പ് അങ്ങോട്ട് തുടങ്ങിയതേ ഉള്ളായിരുന്നു. ശുക്ല പക്ഷ കി രാത് ഥി. ചന്ദ്ര കി ശീതൽ കിരണെ പൃഥ്വി കാ സാരാ വിഷാദ് ധോ രഹി ഥി. നിലാവിങ്ങനെ പടർന്ന് ഭൂമിയുടെ സകല ദുഃഖങ്ങളും ഒപ്പിയെടുക്കുന്ന ഒരു രാത്രിയായിരുന്നു. ഇസ് കഹാനി മേ കവിത ഭി ഹൈ. ഇപ്പോൾ ശകുന്തള ചോദിക്കുക, കഥയിൽ കവിതയുമുണ്ടോ? യാ കവിതാമേ കഹാനി ഹെ. അപ്പോൾ കിഷോർ പറയും, കവിതയിൽ കഹാനി ഉണ്ടെന്ന് പറയുന്നതായിരിക്കും നല്ലത്. ക്ഷമാ കീജിയെ, मैं भूल ही गई कि मैं एक कवി से बात कर रही हूँ. अच्छा फिर क्या हुआ? അയ്യോ, ഞാനൊരു കവിയായിട്ടാണ് സംസാരിക്കുന്നതെന്ന് ഞാൻ പലപ്പോഴും മറന്നു പോന്നു. मैं टहलने के लिए एकांत स्थान में जा रहा था कि एक और यह कुत्ता पड़ा अपने जीवन की अंतिम सांसें छोड़ रहा था मुझे करुण नेत्रों से देख कर. ഞാനിങ്ങനെ ആ രാത്രിയിൽ ഞാനിങ്ങനെ നടന്നു പോവുകയായിരുന്നു. അപ്പോൾ അവിടെ ഈ നായ കിടക്കുന്നു. ജീവൻ കി അന്തിം സാസേ ഛോഡ് റഹാ ഥാ. മരണാസന്നമായി കിടക്കുകയായിരുന്നു. മുझे കരുൺ നേത്രോ സേ ദേഖ് റഹാ ഥാ. വളരെ ദയനീയമായി എന്നെ നോക്കിക്കിടക്കുകയായിരുന്നു. തബ് തോ ആപ് ബഡേ അച്ഛേ ഹെ. ആജ് യഹ് കിത്നി അച്ഛി ദശാ മേ ഹെ. അപ്പോൾ ശകുന്തള പറയും, എങ്കിൽ പിന്നെ താങ്കൾ നല്ല ഒരു മനുഷ്യനാണല്ലോ, ഇന്ന് നോക്കി എന്ത് നല്ല സിറ്റുവേഷനിലാണ് ഈ നായ. ദേഖിയെ കിത്നി അച്ഛി ദശാമേ ഹെ. അപ്പോൾ യജമാനത്തി എന്ത് പറയുന്നു അത് തന്നെ മാലതിയും പറയും. ദേഖിയെ കിത്നി അച്ഛി ദശാമേ ഹെ. നോക്കൂ, നായ ഇപ്പോൾ എന്ത് നല്ല സിറ്റുവേഷനിലാണ്. मैं इसे उठा लाया, बहुत सेवा की. जो कुछ मेरे पास था मैंने इसे अच्छा करने में समाप्त कर दिया. अब यह कैसा गुलाब सा सुंदर और हृदय सा चंचल हो रहा है. അപ്പോൾ കിഷോർ പറയും, ഞാൻ ഈ നായയെ
മരണാസന്ന അവസ്ഥയിൽ നിന്ന് പൊക്കിക്കൊണ്ടുവന്നു. എന്നെ കൊണ്ടാവുന്ന രീതിയിൽ എല്ലാം ചികിത്സിച്ച് ഇവനെ ഈ സിറ്റുവേഷനിൽ ഈ പരുവത്തിൽ ആക്കി. आपका परिश्रम सफल परिश्रम. यदि इस कुत्ते के मन में समझने की शक्ति है तो आप ही इसके ईश्वर है, ജീവൻ ദാത്ത है. താങ്കളെ സമ്മതിക്കണം കേട്ടോ. അങ്ങനെ മരണാസന്നമായി കിടക്കുന്ന ഒരു നായയെ പിടിച്ച് ഇത്രയും നല്ലൊരു സിറ്റുവേഷനിലാക്കണമെങ്കിൽ ഈ നായയ്ക്ക് വാസ്തവത്തിൽ മനസ്സിലാക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ താങ്കളാണ് അതിൻ്റെ മുന്നിൽ കാണപ്പെട്ട ദൈവം. ईश्वर तो एक बहुत बड़ी शक्ति है. मेरे हाथ तो मेरे जीवन के समान ही निर्बल है. मैं कर ही क्या सकता हूँ. केवल सेवा, केवल प्रेम. ഇപ്പോൾ കിഷോർ പറയൂ, ഈശ്വരനൊന്നുമല്ല ഞാൻ അല്പം സ്വല്പം ആൾക്കാരെയൊക്കെ സേവിക്കും. സേവനം ഞാൻ ചെയ്യാറുണ്ട്, പക്ഷേ ഞാൻ ഈശ്വരന് തുല്യമൊന്നുമല്ല. കേവൽ സേവ, കേവൽ പ്രേം. കവിവർ മേരെ ലിയെ യഹി ഈശ്വരത്വ ഹെ. ഇപ്പോൾ ശകുന്തള പറയും, ഇതിനെയാണ് ഞങ്ങൾ ഈശ്വരത്വം എന്ന് വിളിക്കുന്നത്. നിസ്സന്ദേ. ഇപ്പം മാലതി ഏറ്റു പറയും, അതെ അതെ. ഉസ് ദിൻ സെ യഹ ചമ്പക് മേരെ ജീവൻ കാ സബ് കുച്ച് ഹോ ഗയ. അന്ന് തൊട്ട് ഈ ചമ്പക് എൻ്റെ ജീവിതത്തിലെ എല്ലാം ആയി. ചമ്പക്, ഓഹോ നാം ഭി ആപ്നെ കിത്ന സുന്ദർ രഖാ ഹെ. ചമ്പക്, എന്ത് മനോഹരമായ പേരാണ് ഈ നായക്കുട്ടിക്ക് ഇട്ടിരിക്കുന്നത്. കിത്ന സുന്ദർ ചമ്പക്. അപ്പോൾ കേട്ടപാടെ മാലതിയും അത് ഏറ്റു പറയും. പ്യാരാ ചമ്പക്. इसे देखते ही न जाने क्यों मेरे मन में यह नाम आ गया. शायद इसमें इतना सौंदर्य है. कुरूपता के काले भौरे को यह समीप नहीं आने देना चाहता. ഇവൻ ഇത്രയും സുന്ദരനാണ്. ഇവനെ കണ്ടാൽ തന്നെ, ഇവൻ്റെ സൗന്ദര്യം കണ്ട് തന്നെ എനിക്ക് ഈ പേരാണ് ആദ്യം നാക്കിൽ വന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെ ചമ്പക്ക് നിട്ടു. കുരൂപത കെ കാലേ ഭോരെ കോ യഹ സമീപ് നഹി ആനെ ദേത്ത. കുരൂപത, അഗ്ലിനെസ്, ഇതിൻ്റെ അടുത്തേക്ക് അടുപ്പിക്കുകയില്ല, അത്രയ്ക്ക് സുന്ദരിയാണ്. സച്ച്മുച്ച്. मैं जब टहलने जाता हूँ तो धूमकेतु की भांति मेरे पीछे इसकी रेखा होती है. मुझे भय होता है कहीं इसके पैर मैले न हो जाए. ഞാൻ നടക്കാൻ പോകുമ്പം, ഈവനിങ് വാക്കിനൊക്കെ പോകുമ്പോൾ എൻ്റെ പുറകെ ഇങ്ങനെ ഓടി വരും. എനിക്ക് പെട്ടെന്ന് പേടിയാണ്, കാരണം എനിക്ക് വാസ്തവത്തിൽ ഭയം തോന്നും. ഇസ്കെ പേർ മേലെ ന ഹോ ജായ്. ആ വഴി കൂടെ ഒക്കെ നടന്ന് ഇതിൻ്റെ കാലുകൾ അഴുക്കാവുമല്ലോ എന്നെനിക്കൊരു ഭയം. ജബ് मैं भोजन करता हूँ मेरे समीप बैठकर मेरे झूठे भोजन की लालसा करता है. ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ എൻ്റെ അടുത്തിരുന്ന് ഞാൻ ഭക്ഷിക്കുന്നതിൻ്റെ ബാക്കി ഭക്ഷിക്കാൻ കാത്തിരിക്കും. मुझे भय होता है कहीं कड़ी रोटी मुँह में पहुँचकर कष्ट न दे. इसलिए मैं स्वयं कड़ी रोटी खाकर इसके लिए कोमल हिस्सा छोड़ देता हूँ. എനിക്ക് വാസ്തവത്തിൽ പേടിയാവും കേട്ടോ. ഞാൻ കട്ടിയുള്ള റൊട്ടിയൊക്കെ കൊടുത്ത് ഇതിൻ്റെ വേദനിക്കുമെന്ന് വിചാരിച്ച് ഞാനിതിന് സോഫ്റ്റായിട്ടുള്ള റൊട്ടി കൊടുക്കും. ഞാൻ കട്ടിയുള്ളത് കഴിക്കും. जब मैं सोता हूँ तो यह मेरे पैरों के समीप आकर मेरे लिहाफ में छिपा रहता है. बहुत धीरे से मेरे पैरों पर अपना सिर रख देता है, मानो रात भर चरणों के समीप बैठकर मेरी आराधना करता रहता है. मुझे भय होता है कहीं सोते में इसके मुख पर मेरा पैर न पड़ जाए. ഞാൻ ഉറങ്ങുമ്പോഴോ എൻ്റെ കൂടെ കിടക്കും. എനിക്ക് പേടിയാണ്, അറിയാതെ കാണാൻ ഞാൻ ഇതിനെ മുകളിലോട്ടെടുത്ത് വെക്കുമെന്ന്. जब मैं कविता करता हूँ तो इसके कोमल बालों पर हाथ रख कर. എനിക്ക് ഇതിൻ്റെ ഈ ഒരു സോഫ്റ്റ് ശരീരത്തിൽ ഇങ്ങനെ തൊട്ട് കവിത എഴുതുന്നതും വളരെ ഇഷ്ടമാണ്. रेशम सी इस केश राशि में उलझा रहे मधुर जीवन, मेरे मन में यह तन हो, इस तन में ही हो मेरा मन. എന്നിട്ട് ആ കവിത ചൊല്ലുകയാണ്. ചമ്പക്കിനെ പറ്റി ഇദ്ദേഹം രചിച്ച കവിത. ये तो उसी चंपक शीर्षक कविता की पंक्तियाँ हैं. फिर महाशय, जब यह चंपक आपको इतना प्रिय है तो इसे बेचने की कल्पना तो बहुत ही कठिन है. അയ്യോ, ഇത് ആ കവിതയുടെ വരികളല്ലേ? അപ്പോൾ താങ്കൾക്ക് ഇത്രയും പ്രിയപ്പെട്ട ഒരു നായക്കുട്ടിയാണെങ്കിൽ പിന്നെ ഇത് വിൽക്കുമ്പോൾ താങ്കൾ എങ്ങനെ അത് സഹിക്കും? ബഹുത് ഹി കഠിൻ. അപ്പോൾ മാലതി പറയും, ശരിയാ, ഇതിനെ പിരിയുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇല്ലേ? ഹാ, ദീഖ്താ തോ യഹി ഹൈ, पर मुझे उसकी कल्पना ही नहीं സത്യതാ കാ ഭി പാലൻ കർണാ ഹെ. ഇപ്പം കിഷോർ പറയും, ഞാനിങ്ങനെ വെറുതെ ഇമാജിനറി വേൾഡിൽ ഇരുന്നാൽ പോരാലോ, ഞാൻ യാഥാർത്ഥ്യവും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. कैसे? मैं इसकी सेवा कर चुका, अब यह अच्छा है, वसंत के समान उज्ज्वल और सुंदर,
अब मुझे इसे വിദാ ഹി കർ ദേനാ ചാഹിയെ. ഞാൻ ഇതിനെ ആവശ്യത്തിന് പരിപാലിച്ചു. ഇതിപ്പോൾ നല്ല പെർഫെക്റ്റ്ലി ഹെൽത്തി ആയി. ഇനിയും ഞാൻ ഇതിനോട് വിട പറയേണ്ടി ഇരിക്കുന്നു. मैं नहीं समझ सकी. ഇപ്പം ശകുന്തളയ്ക്കൊന്നും മനസ്സിലാവത്തില്ല. കാരണം ഒരു വശത്ത് ഇയാൾക്ക് ഈ നായക്കുട്ടിയോട് വളരെ സ്നേഹമാണെന്ന് പറയുന്നു, മറുവശത്ത് ഇതിനെ വിൽക്കണമെന്നും പറയുന്നു. इतनी लंबी कहानी कहने पर भी नहीं समझ सकी. मेरा प्रेम दुख और वेदना का बंधु है. इस संसार में जहाँ दुख और वेदना का अथाह सागर है, वहाँ ऐसे प्रेम की अधिक आवश्यकता है. ഇത്രയൊക്കെ പറഞ്ഞിട്ടും കാര്യങ്ങളൊന്നും മനസ്സിലായില്ലേ? എനിക്ക് വാസ്തവത്തിൽ ദുഃഖിക്കുന്നവരും വേദനിക്കുന്നവർക്കും ആശ്വാസം പകരാനാണ് എനിക്ക് ആഗ്രഹം. पर इससे और चंपक से क्या संबंध है? അപ്പം ശകുന്തള ചോദിക്കുക, അതും ഈ ചമ്പക്കുമായിട്ട് എന്തുവാ റിലേഷൻ? मैं केवल उसी को प्यार करना चाहता हूँ जिसका साथ देने में सबको आपत्ति है. എനിക്ക് ബാക്കിയുള്ളവർ സപ്പോർട്ട് ചെയ്യാത്ത വിഷമിക്കുന്ന ആൾക്കാർക്ക് ഹെൽപ്പ് ചെയ്യാനാണ് എനിക്ക് ആഗ്രഹം. उसी का साथी मैं बनना चाहता हूँ जिसकी सांस में हवा के स्थान में वेदना है. उसी के समीप रहकर मैं उसकी सेवा करना चाहता हूँ. अब चंपक दुखी नहीं है. उसकी करुणाजनक परिस्थिति अब निकल गई. अब वह सुखी है. ചമ്പക്കിന് ഇപ്പോൾ ഒരു കുഴപ്പമില്ല. ചമ്പക്ക് ഓൾറെഡി ഫിറ്റാണ്. അന്ന് ചമ്പക്ക് വേദനിക്കുന്ന അവസ്ഥയിലായിരുന്നു. ആരും ആ അവസ്ഥയിൽ ഈ നായക്കുട്ടിയെ സ്വീകരിക്കാൻ തയ്യാറില്ലായിരുന്നു. എനിക്ക് അങ്ങനത്തെ അവസ്ഥയിൽ ദുഃഖിക്കുന്നവരെ ഹെൽപ്പ് ചെയ്യുന്നതാണ് എൻ്റെ ഒരു സ്വഭാവം, എൻ്റെ ഒരു രീതി. അപ്പോൾ അന്ന് ചമ്പക്കിന് എൻ്റെ സാമീപ്യം അനിവാര്യമായിരുന്നു. ഇന്ന് ചമ്പക്ക് ഓൾ റൈറ്റാണ്. तो इसे बेच डालने से लाभ. ശകുന്തള പറയും, ഓക്കെ, ഈ നായക്കുട്ടീനെ വിറ്റിട്ട് എന്താ ഗുണം? बहुत लाभ है. इसके साथ रहने के कारण मेरे जीवन का बहुत सा समय अब इसकी सेवा में नहीं, इसके लाड़ प्यार में निकल जाता है. ഇപ്പോൾ കിഷോർ പറയും, ഒരുപാട് ഗുണമുണ്ട് ഇതിനെ വിറ്റാൽ. കാരണം ഇതിനിയിപ്പം ഹെൽത്തിയായി. ഞാനിപ്പോൾ എൻ്റെ കൂടുതലും സമയം ഇതിനെ താലോലിക്കാനും ഇതിനെ കൊഞ്ചിക്കാനുമാണ് വേസ്റ്റ് ചെയ്യുന്നത്. इससे मैं अन्य पीड़ितों की सहायता नहीं कर सकता. लाड प्यार तो समय कुसमय सभी कर सकते हैं. അതുകൊണ്ട് എൻ്റെ സാമീപ്യവും എൻ്റെ ശുശ്രൂഷയും വേണ്ട വേറെ പലരും കാണും. പക്ഷേ എനിക്കത് കാണാൻ പറ്റുന്നില്ല. ഞാൻ ഇതിനെ തന്നെ സ്നേഹിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. उस दिन यह चंपक रास्ते में घायल था. मैं इसके दुख को नहीं देख सका. ले आया. 1 महीने की सेवा से यह अच्छा हो गया. अब इसे छोड़ देना पड़ेगा. किसी दूसरे दुखी की खोज करनी होगी. अब उसकी सेवा करूँगा. അന്ന് ഒരു മാസം മുമ്പ് ഇത് വേദനിക്കുന്ന അവസ്ഥയിലായിരുന്നു, വല്ലാത്ത അവസ്ഥയിലായിരുന്നു, മരണം അടുത്തിരിക്കുന്ന അവസ്ഥയിലായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ ഇതിനെ കൊണ്ടുവന്ന് ശുശ്രൂഷിച്ച് ഓക്കെ ആക്കി. ഇനിയിപ്പം മുझे किसी दूसरे दुखी की खोज करनी होगी. ഇതേപോലെ നമ്മുടെ ശുശ്രൂഷയും സ്നേഹവും സാമീപ്യവും അത്യാവശ്യം വേണ്ട ദുഃഖിക്കുന്ന വേറെ ആരും അടുപ്പിക്കാത്ത പീഡിതർ കാണും. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ളൊരു തെരച്ചിലാണ് വാസ്തവത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. पर इससे आपको वेदना ना होगी. പക്ഷെ ഇത്രയും സ്നേഹിച്ച ഈ ഒരു ചമ്പക്കിനെ പിരിയുമ്പോൾ താങ്കൾക്ക് വിഷമിക്കില്ലേ? यही मेरा जीवन है. दूसरों की वेदना मैं अपने जीवन में रख कर उसे सुखी कर देना चाहता हूँ. लोग कहते हैं मेरा जीवन एक करुण गान है, पर उस करुण गान का सबसे मीठा स्वर है यह चंपक. इसे भी अब दूर कर किसी दूसरे मीठे स्वर की खोज करूँगा. എൻ്റെ ജീവിതം തന്നെ ഇങ്ങനെയാണ്. ദൂസറോ കി വേദന, മറ്റുള്ളവരുടെ വിഷമം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒപ്പിയെടുത്തിട്ട് ഞാൻ അവരെ ഹാപ്പിയാക്കാൻ നോക്കും. മേരാ ജീവൻ ഏ കരുൺ ഗാൻ ഹെ. അതുകൊണ്ട് എൻ്റെ ജീവിതം അങ്ങനത്തെ ഒരു കരുൺ ഗാനാണ്. ആപ് വാസ്തവമേ കവി ഹെ ഓർ ജീവൻ കെ മഹാൻ കവി ഹെ സച്ച്മുച്ച്. അപ്പം ശകുന്തള പറയും, താങ്കൾ യഥാർത്ഥത്തിൽ ഒരു കവിയാണ്, ഒരു ജീവിതം പാഠം പഠിച്ച ഒരു കവിയാണ്. എങ്ങനെ മറ്റുള്ളവരെ സ്നേഹിക്കണം, ശുശ്രൂഷിക്കണം. അപ്പം മാലത്തിയും പറയാം, അതെ അതെ, मैं अपनी प्रशंसा नहीं सुनना चाहता. आप मेरे चंपक को लेंगी. എനിക്ക് എന്നെ തന്നെ പുകഴ്ത്തുന്നൊന്നും കേൾക്കണ്ട. നിങ്ങൾ ചമ്പക്കിനെ എടുക്കുന്നുണ്ടോ? आपकी कहानी से तो चंपक का मूल्य बहुत बढ़ गया. अब तो मैं अवश्य लूँगी. അപ്പം ശകുന്തള പറയും, താങ്കൾ ഇതിൻ്റെ പിന്നിലുള്ള ഇത് വിൽക്കാനുള്ള ഒരു ചേതോവികാരം, ആ ഒരു കഥ കേട്ടപ്പോൾ എനിക്കിപ്പം ഇത് വാങ്ങിച്ചേ അടങ്ങും. ചമ്പക്കിൻ്റെ മൂല്യം അങ്ങ് കൂടിയിരിക്കുകയാണ്. कई खरीदने वाले आए पर मैंने उन्हें न दिया. यद्यपि वे इसकी बड़ी ऊंची कीमत लगा रहे थे. मैंने सोचा किसी ऐसे व्यक्ति को दूं जो चंपक का मूल्य समझे.
ആപ്കെ ഹൃദയനെ മേരെ ചമ്പക്കോ പെഹചാന ഹെ. ഇത് വാങ്ങിക്കാൻ ഒരുപാട് പേര് വന്നു, പരസ്യം കണ്ട് ഒരുപാട് പേര് വന്നു. പക്ഷേ എനിക്ക് ഇതിൻ്റെ ഈ നായയെ ശരിക്കും നോക്കും, സ്നേഹിക്കും എന്ന് ഉറപ്പുള്ള ഒരാൾക്ക് കൊടുക്കണമെന്ന് വളരെ ആഗ്രഹമായിരുന്നു. ആപ്കെ ഹൃദയനെ മേരെ ചമ്പക്കോ പെഹചാന ഹെ. मुझे लाभ ही क्या होता यदि ऊंची कीमत देकर वे लोग मेरे चंपक को दुख से रखते या उस प्रकार न रखते जिस प्रकार मैं चाहता हूँ. ഞാൻ ആഗ്രഹിക്കുന്ന പോലെ അവരെൻ്റെ ചമ്പക്കിനെ നോക്കിയില്ലെങ്കിൽ, ഞാൻ അവരുടെ നിന്ന് ഒരുപാട് എമൗണ്ട് മേടിച്ച് ഈ ചമ്പക്കിനെ വിൽക്കുകയാണെങ്കിൽ തന്നെ എന്താണ് ഗുണം? चंपक की संभवतः फिर पहले जैसी दशा हो जाती. मुझे कीमत प्यारी नहीं है, मुझे अपनी चीज़ प्यारी है, वह भी बेची जाने वाली. आप मेरा आशय समझ रही है. എനിക്ക് ഈ വിൽക്കുന്ന വസ്തു വളരെ വിലപ്പെട്ടതാണ്. ഈ നായക്കുട്ടി എനിക്ക് വളരെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കാണുന്നവർക്കൊന്നും ഞാൻ ഇത് കൊടുക്കില്ല. हाँ मैं आपके हृदय को समझ रही हूँ. दीजिए यह चंपक मुझे. मालती की ओर देख कर. मालती उठा लो यह प्यारा चंपक. इसे हम लोग बहुत प्यार से रखेंगे. मैं कवि के समान तो शायद प्यार न कर सकूँ पर. ഇപ്പോൾ ശകുന്തള പറയും, ഞങ്ങൾക്ക് തന്നേരെ, മാലത്തി എടുക്ക്, നായക്കുട്ടി ഞങ്ങൾ ഇതിനെ പൊന്നുപോലെ നോക്കാം. പക്ഷേ കവി നോക്കിയതുപോലെ അത്രയും ഞങ്ങളെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് സംശയമാണ്. नहीं आप मेरे ही समान मुझसे अधिक प्यार कर सकेंगी. आपके पास स्त्री हृदय है जिसमें करुणा അമൃത് ബൻകർ ബഹാ കർത്തി ഹെ. അപ്പോൾ കിഷോർ പറയില്ല, എന്നെക്കാളും നല്ലപോലെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും. കാരണം നിങ്ങൾ ബേസിക്കലി സ്ത്രീകളുടെ ഹൃദയം വളരെ ദയയും മായയും മമതയൊക്കെ ഉള്ളതാണല്ലോ. ധന്യവാദ്. കിത്തന സുന്ദർ ഹൈ യഹ. മാഥേ മേ സഫേദ് ചിഹ്ന ഹെ ജൈസെ പ്രകൃതി ने इसे തിലക് ലഗാ ദിയാ ഹോ. കോമൽ ശരീർ ജൈസെ കപാസ് കി രാശി ഹോ. എന്ത് സോഫ്റ്റ് ശരീരമാണ് അല്ലേ. എന്നിട്ട് ആ നായയെ എടുത്തിട്ട് ശകുന്തള തലോടി പറയാണ്, നെറ്റിയിൽ തന്നെ ഒരു വെള്ള തിലക്ക് ഇട്ട പോലെ, വെള്ള കുറി ചാർത്തിയ പോലെ. इसके पैर भी कैसे सफ़ेद हैं जैसे सुधा इसके चरणों को चूम रही है. बाल इतने बढ़ रहे हैं मानो वे आपसे बातें करने के लिए समीप आना चाहते हैं. ഇതിൻ്റെ കാലും നല്ല വെളുത്തിട്ടാണ് ഇതിൻ്റെ രോമങ്ങൾ, ഇതിൻ്റെ ശരീരം, ഇതിൻ്റെ മുടിയെല്ലാം ഇതിൻ്റെ രോമം നമ്മളെ ഇങ്ങനെ ആകർഷിക്കുന്ന പോലെയാണ്. अच्छा मैं इसका कितना मूल्य दे दूँ. ഞാൻ ഇതിന് എന്താണ് തരേണ്ടത് മൂല്യം? आप जितना चाहें. मुझे मूल्य की आवश्यकता नहीं. मैं अपने अमूल्य चंपक को उपहार स्वरूप आपको दे देता, पर मुझे दुखियों की सेवा करने के लिए पैसों की आवश्यकता पड़ती है. यह रूखा संसार हृदय की कोमल भावनाओं को प्रमाणित करने के लिए रुपयों का मापदंड चाहता है. എനിക്ക് വാസ്തവത്തിൽ നിങ്ങൾക്കിത് ഫ്രീ ആയിട്ട് തരണമെന്നുണ്ട്, ഒരു ഗിഫ്റ്റായിട്ട്. കാരണം എനിക്കറിയാം നിങ്ങൾ ഇതിനെ നല്ലപോലെ മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ്, നിങ്ങൾ ഇതിനെ നല്ലപോലെ നോക്കുമെന്ന്. പക്ഷേ ആക്ച്വലി എനിക്ക് ഇതിനെ വിറ്റ കാശ് കൊണ്ട് എനിക്ക് വേറെയും ഇതേപോലെ പീഡിതരെ എവിടെയെങ്കിലും ഹെൽപ്പ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് കാശിൻ്റെ ആവശ്യമുണ്ട്. तब मैं अधिक से अधिक दूँ. जैसी इच्छा. आपका शुभ नाम. मेरा नाम शकुंतला है पर नाम से क्या. അപ്പോൾ കിഷോർ ഈ സ്ത്രീയുടെ പേര് ചോദിക്കും. ശകുന്തള എന്ന് പറയും. ശകുന്തള പേരിൽ എന്തിരിക്കുന്നെന്ന് ശകുന്തള പറയും. मेरा नाम शकुंतला है पर नाम से क्या. क्यों नहीं. मेरे चंपक की रक्षा करने वाली का नाम धर्म से भी अधिक पवित्र है. वह नाम ईश्वर के नाम के साथ लिया जा सकता है. അപ്പോൾ ഇച്ചിരി ഓവറായിട്ട് കിഷോർ പറയാണ്, എൻ്റെ ചമ്പക്കിനെ നോക്കാൻ പോകുന്ന ആളുടെ പേര് വളരെ പവിത്രമായിട്ടുള്ളൊരു പേരാണ്, അത് ഈശ്വരന് തുല്യമായിട്ട് വേണേൽ ചേർത്ത് വെക്കാം. आप तो उस पर कविता भी लिख सकते हैं. लीजिए ये 100 रुपये. മാലത്തി ലേ ചലോ ചമ്പക്കോ मैं जाऊँ. നമസ്തേ. 100 രൂപയും കൊടുത്ത്, ഇത് പണ്ടത്തെ കാര്യമാണ്, ഇന്നത്തെ ഒരു 1000 രൂപ എന്ന് പറയാം. അങ്ങനെ 100 രൂപയും കൊടുത്തിട്ട് दोनों उठ खड़ी होती है. आप जा रही हैं. ठहरिए 1 मिनट. मैं अपने चंपक को देख लूँ. उसे एक बार चूम लूँ. അയ്യോ പോവാണോ, ഞാൻ എൻ്റെ ചമ്പക്കിനെ ഒന്ന് ചുംബിച്ചോട്ടെ. एक नहीं अनेक बार. മാലത്തി കവിവർ को चंपक दे दो. അങ്ങനെ ശകുന്തള പറയും, എടുത്തോളൂ മാലത്തി, കൊടുക്ക്, ചമ്പക്കിനെ കൊടു. किशोर मालती से लेकर चंपक को हृदय से लगाकर चूमता है. करुणाद नयनों से मालती को देते हुए चंपक को फिर एक बार हृदय से लगाकर आंखें बंद कर लेता है. चंपक को सामने करते हुए उसे मूर्छा सी आ रही है.
അങ്ങനെ ചമ്പക്കിനെ എടുത്ത് അവസാനമായി ഒന്ന് ചുംബിക്കും, തലോടും. എന്നിട്ട് ചമ്പക്കിനെ തിരിച്ചു കൊടുക്കുമ്പം അയാൾക്ക് എന്തോ ഒരു തലകറക്കം പോലെ വരും. മേരെ ഘായൽ ഹോനെ വാലെ ചമ്പക്, തും കഹാ ജാ രഹേ ഹോ, തുമാരാ पैर अच्छा हो गया, जाओ सुख से रहो, मेरे चंपक तुम्हें फिर एक बार वही गीत सुना दूँ. എന്നിട്ട് ചമ്പക്കിനെ ആ കവിത ഒന്നുകൂടെ കേൾപ്പിക്കുകയാണ്. रेशम सी इस केश राशि में उलझा रहे मधुर जीवन, पर अब तो तुम जा रहे हो, मेरा जीवन तुमसे बहुत उलझा रहेगा, मेरा क्या, जाओ मेरे चंपक. വളരെ നാടകീയമായി चंपकनोട് വിട പറയാണ്. शकुंतला और मालती किशोर को अनिमेष देख रही है. किशोर चंपक को मालती के हाथों में रखता है. कविवर, आपका यह प्रेम देखकर मुझे वेदना हो रही है. ശകുന്തള പറയും, താങ്കൾക്ക് ഈ നായയോടുള്ള ഈ അറ്റാച്ച്മെൻറ്റ് കണ്ടിട്ട് എനിക്ക് ശരിക്കും വിഷമം വരുന്നു. नहीं यह तो चंपक की प्रशंसा है, अच्छा आप जा सकती हैं, धन्यवाद, नमस्ते. शकुंतला और मालती चंपक को लेकर धीरे धीरे जाती हैं. जब तक चंपक दिखाई पड़ता है, किशोर अनिमेष नेत्रों से उसे देखता रहता है. दृष्टि से ओझल होने पर गहरी सांस लेता है. मुद्रा में वेदना, माने നോക്കിയിരിക്കും. ചമ്പക്ക് അങ്ങ് കാണാമറയത്താവുന്നവരെ നോക്കിയിരിക്കും. എന്നിട്ട് കിഷോറിന് നല്ല വിഷമമുണ്ട്. മേരെ മൻ മേ യഹ തൻ ഹോ, ഇസ് തൻ മേ ഹി ഹോ മേരാ മൻ, ആഹ് अब तो वह गया सदैव के लिए, चंपक चंपक तुम घायल ही रहते तो अच्छा था. അയ്യോ നീ മുറിവേറ്റിരിക്കുന്ന സമയം തന്നെയായിരുന്നു ബെറ്റർ, അറ്റ്ലീസ്റ്റ് ആ സമയത്ത് നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. मेरे अच्छे होने वाले चंपक तुम अच्छे ही क्यों हुए, നീ എന്താണ് മുറിവെല്ലാം ഉണങ്ങി സുഖപ്പെടാതിരിക്കുന്നതായിരുന്നു ഒരു കണക്കിന് നല്ലത്. ഇപ്പോൾ കിഷോറിന് ചമ്പക്ക് പോയതിന് വളരെയധികം വിഷമം ഉണ്ടാവും. സോ കീപ്പ് ഇൻ ടച്ച്. ഇതിൻ്റെ പാർട്ട് 2 താമസിയാതെ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ബൈ.